ഫാഷൻ ലോകത്ത് തിളങ്ങാൻ നിങ്ങൾ തയ്യാറാണോ? ഇനി കുറച്ച് സമയം മാത്രം മതി നിങ്ങൾക്കും ഫാഷൻ ഡിസൈനർ ആവാം. UGC അംഗീകൃത യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റിനോടൊപ്പം പുതിയ കാലഘട്ടം ആവശ്യമാക്കുന്ന AI ഫാഷൻ ഡിസൈനിങ്ങും പഠിക്കാം. സ്കിൽഷോറിൽ നിന്നും ഇൻഡസ്ട്രി റെലവൻറ്റ് കോഴ്സുകൾ, അതും കുറഞ്ഞ ഫീസിൽ. നിങ്ങളുടെ കഴിവുകളും കലാപരമായ സ്വപ്നങ്ങളും ഒത്തുചേർന്ന് നിങ്ങളുടെ ഫാഷൻ കരിയർ ആരംഭിക്കാം. ഇതാണ് അവസരം, ഇനി വൈകരുത്. ഇന്ന് തന്നെ സ്കിൽഷോറിൽ ജോയിൻ ചെയ്ത് നിങ്ങളുടെ ഡിസൈനിങ് യാത്ര തുടങ്ങൂ. ഹായ് സ്റ്റുഡൻസ്, അപ്പോൾ നമുക്ക് ഇന്ന് സ്റ്റിച്ചിങ് ചെയ്ത് നോക്കാം അല്ലേ. സ്റ്റിച്ചിങ്ങിൽ നമ്മൾ ഫസ്റ്റ് നോക്കുന്നത് നെക്ക് ടൈപ്പ് ആണ്. 2 ടൈപ്പ് ഓഫ് നെക്കാണ് നമ്മളിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം അതിന് വേണ്ടി നമുക്ക് മെഷർമെൻറ്റ് ടേപ്പ് യൂസ് ചെയ്യണം. അപ്പോൾ ഈ മെഷർമെൻറ്റ് ടേപ്പ് ചിലവർക്ക് അറിയാതെ എങ്ങനെ യൂസ് ചെയ്യാം, പക്ഷെ എല്ലാവർക്കും അറിയില്ല. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടി നമ്മൾ ജസ്റ്റ് ഒന്ന് പറയാണ്. ഈ ടേപ്പിൻ്റെ ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട്, അതായത് ഇഞ്ചസ്. ഈ ഇഞ്ചസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇവിടെയാണ് സെൻറ്റിമീറ്റർ വരുന്നത്. സെൻറ്റിമീറ്റർ നമ്മൾ യൂസ് ചെയ്യാറില്ല, ഇഞ്ചസ് ആണ് എല്ലാവരും തന്നെ യൂസ് ചെയ്യാറ്. ഇഞ്ചിൽ എങ്ങനെയാണ് യൂസ് ചെയ്യുക എന്നുള്ളത് പറയാം. അതായത് ഈ ഒരു പോർഷനിൽ നമ്മൾ ഈ ഒരു ഇതുള്ളതുകൊണ്ട് ഇത് ഒഴിവാക്കി നമ്മൾ ഈ ഒരു പോർഷൻ നോക്കുക കേട്ടോ. ഓക്കെ, ഇതാണ് ഒരു 1 ഇഞ്ച്. ഇവിടുന്ന് ഇവിടം വരെ വരുന്നത് ഒരു 1 ഇഞ്ചാണ്. ഈ 1 ഇഞ്ചിൻ്റെ ഇതാണ് 1/4 ഇഞ്ച്. 1/4 ഇഞ്ച് എന്ന് പറഞ്ഞാൽ 1/4 ഇഞ്ചാണ്. ഈ 3 ലൈൻസ് ആണ് 1/4 ഇഞ്ച്, അതായത് 1/4 ഇഞ്ച്. ഇനി ഈ ഒരു സെൻറ്റർ ലൈൻ കാണുന്നില്ലേ, ഇതാണ് 1/2, 1/2 ഇഞ്ച്. ഈ ഒരു സെൻറ്റർ ലൈനാണ് 1/2. അതുപോലെ തന്നെ ഈ ഒരു പോയിന്റിൽ നിന്നും പിന്നെ 2 കൂടി 2 ഇഞ്ചും കൂടി, സോറി 2 ഇഞ്ചല്ല, 2 പോയിന്റ്സും കൂടി കൂടിയാൽ എത്രയായി? 3/4 ആയി. 3/4 പറഞ്ഞാൽ 3/4 ഇഞ്ച്. അതായത് ഈ ഒരു ലൈനാണ് 1/4 ഇഞ്ച്, ഈ ഒരു സെൻട്രൽ ലൈൻ വരെ വരുന്നതാണ് 1/2 ഇഞ്ച്. ഇതിനോട് ഈ ഒരു പോയിന്റ്സും കൂടി ആഡ് ചെയ്താൽ എത്രയായി? 3/4 ആയി. ഇതും കൂടെ ആഡ് ചെയ്താൽ 1 ഇഞ്ചായി. ഇങ്ങനെയാണ് മെഷർമെൻറ്റിൻ്റെ ഒരു മെഷർമെൻറ്റ് എടുക്കുന്നത്. ഓക്കെ അല്ലേ? ജസ്റ്റ് ഒന്ന് ഇഞ്ചസ് ഒന്ന് പരിചയപ്പെടുക. എല്ലാവർക്കും ഇഞ്ചസ് കറക്റ്റായിട്ട് അറിയണമെന്നില്ല, ചിലവർക്ക് നന്നായിട്ട് അറിയുകയും ചെയ്യും. അവർ ഇത് എന്തിനാന്ന് കരുതണ്ട, അത് അറിയാത്തവർക്ക് വേണ്ടിയാണ്. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്കിനി നെക്ക് കട്ട് ചെയ്യുന്നതിന് വേണ്ടി ആദ്യം ഇത് നമ്മൾ പ്ലെയിൻ ആയിട്ട് വരുന്ന ഫാബ്രിക് ആണ്. ഈ പോപ്ലിൻ ക്ലോത്തിൻ്റെ ഫ്രണ്ടും ബാക്കും ഒരുപോലെ തന്നെയാണുള്ളത്. അപ്പോൾ നമുക്ക് നെക്ക് കട്ട് ചെയ്യുന്നതിന് വേണ്ടി ആദ്യം നമുക്ക് ഈ ഫാബ്രിക് 2ആയിട്ട് ഫോൾഡ് ചെയ്യണം. ഇതിപ്പോൾ നമുക്കിങ്ങനെ 2ആയിട്ട് ഫോൾഡ് ചെയ്ത് നമ്മൾ നെക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫ്രണ്ട് പോർഷൻ്റെ നെക്ക് മാത്രമേ കിട്ടുകയുള്ളൂ. നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഒരു നെക്കാണ് ചെയ്യുന്നത്, അപ്പോൾ നമുക്ക് ഒരു നെക്ക് കിട്ടിയാൽ മതി. അതുകൊണ്ടാണ് നമ്മൾ 2ആയിട്ട് ഈ രീതിയിൽ ഫോൾഡ് ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് 4ആയിട്ട്, അതായത് 2 ഫ്രണ്ടും ബാക്കും കിട്ടാമെന്ന് കരുതിക്കോ. നെക്കിൻ്റെ ഫ്രണ്ടും ബാക്കും കിട്ടണമെങ്കിൽ ഈ രീതിയിൽ ആദ്യം ഒന്ന് ഫോൾഡ് ചെയ്തതിന് ശേഷം പിന്നെയും ഈ പോർഷൻ വീണ്ടും ഫോൾഡ് ചെയ്യണം. എന്നിട്ട് ഇവിടെയാണ് നമ്മൾ നെക്ക് ഡ്രാഫ്റ്റ് ചെയ്യുക. അപ്പം നമുക്ക് ഫ്രണ്ടും ബാക്കും കിട്ടും. ഒരു ഫ്രോക്ക് ആണെങ്കിൽ ആ ഫ്രോക്കിൻ്റെ ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും കിട്ടും. ഈ രീതിയിൽ 4ആയിട്ട് ഫോൾഡ് ചെയ്യുന്ന സമയത്ത് നമ്മളിവിടെ 2ആയിട്ടാണ് ഫോൾഡ് ചെയ്യുന്നത്. അതായത് ഈ ഫാബ്രിക്കിനെ നേരെ 2ആയിട്ട് ഫോൾഡ് ചെയ്യുന്നു. ഇനി നമുക്ക് മെഷർമെന്റ്സ് എടുക്കാം. നമുക്ക് ആദ്യം ഒരു ബോക്സ് ആയിട്ട് കട്ട് ചെയ്തതിന് ശേഷം നെക്ക് അതിലേക്ക് കട്ട് ചെയ്യാം. അതിനു വേണ്ടി നമുക്ക് ഒരു 8 ഇഞ്ച് എടുക്കാം. നമ്മൾ ഈ ഫോൾഡ് ചെയ്ത ഈ പോർഷനിൽ നിന്നും ഇങ്ങോട്ടേക്ക് ഒരു 8 ഇഞ്ച് എടുക്കുക. അതിന് മുന്നേ നിങ്ങൾ കട്ട് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഒരു 1/2 ഇഞ്ച് ലീവ് ചെയ്തിട്ട് കട്ട് ചെയ്യാം. അപ്പോൾ ഫാബ്രിക് കറക്റ്റായിട്ട് കിട്ടും. അതുപോലെ തന്നെ ഈ ഫാബ്രിക് ചിലവർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നവർക്കൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഫാബ്രിക് ഇങ്ങനെ തെന്നി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ പിൻസ് യൂസ് ചെയ്തിട്ട് ഒരു പിൻ ചെയ്ത് കൊടുത്താൽ ഫാബ്രിക് തെന്നാതെ വൃത്തിയിൽ അവിടെ നിന്നോളൂ. ഓക്കെ അല്ലേ? അപ്പം നമുക്ക് ഒരു 1/2 ഇഞ്ച് ലീവ് ചെയ്തതിന് ശേഷം ഈ പോർഷനിൽ നിന്നും ഇങ്ങോട്ട് 8 ഇഞ്ച് എടുക്കാം. സ്ട്രൈറ്റ് ആയിട്ട് ഒരു 8 ഇഞ്ച് എടുക്കാം. ഇവിടെ ഒരു 1/2 ഇഞ്ച് ലീവ് ചെയ്യാം. ഇത് കറക്റ്റായിട്ട് കിട്ടും. ഓക്കെ, ഇനി ലെങ്ത് എടുക്കുക. ലെങ്ത് നമ്മളൊരു 13 ഇഞ്ച് എടുക്കുന്നുണ്ട്. ഓക്കെ, ഈ പോർഷനിൽ ഇങ്ങോട്ടും നമുക്ക് 8 ഇഞ്ച് തന്നെ എടുക്കാം. അപ്പം നമുക്ക് ഇങ്ങനെ 4 പോയിന്റ്സ് കിട്ടിയിട്ടുണ്ടാവും. 1 2 3 4. ഈ പോയിന്റ്സ് നമുക്ക് സ്കെയിൽ വെച്ച് ജോയിൻ ചെയ്യാം.
ഈ 4 പോയിന്റ്സും സ്കെയിൽ വെച്ച് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഹാൻഡ് ഈ രീതിയിൽ ഫോൾഡ് ചെയ്തിട്ട് കട്ട് ചെയ്യാം. ക്ലോത്ത് പൊക്കി പിടിക്കരുത്, ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിക്കുന്ന രീതിയിൽ അപ്പം നമ്മളൊരു ബോക്സ് ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നെക്ക് വരച്ചു കൊടുക്കാം. ഓക്കെ, നെക്ക് വരക്കുന്നത് നമ്മൾ നെക്കിന് ഒരു നോർമൽ കിഡ്സിനാണെങ്കിൽ നമ്മൾ എടുക്കുന്നത് നെക്കിന്റെ വിഡ്ത്ത് ഒരു 2.5 ഇഞ്ചും നമ്മൾ ഈ ഒരു ഫോൾഡിങ് വരുന്ന പോർഷനിൽ നിന്നാണ് കേട്ടോ നമ്മൾ നെക്കിന്റെ അളവ് എടുക്കുന്നത്. ഈ പോർഷൻ ഓപ്പൺ ആണ്, ഇവിടെ നിന്ന് എടുക്കുന്നത്, അപ്പൊ നമുക്ക് കിട്ടില്ല കേട്ടോ. ഈ ഫോൾഡ് വരുന്ന പോർഷനിൽ നിന്നും 2.5 ഇഞ്ച് അടയാളപ്പെടുത്തുക. 2.5 ഒരു 3 ഇഞ്ച് എടുത്തോ. കിഡ്സിനാണെങ്കിൽ ഒരു വലിയൊരു തടി ഇല്ലാത്ത കുട്ടികളാണെങ്കിൽ 2.5 ഇഞ്ചും ലെങ്ത് വരിക ഒരു 3 ഇഞ്ചുമാണ്. ഈ ലേഡീസിനാണെങ്കിൽ വിഡ്ത്ത് ഒരു 3 ഇഞ്ചും ലെങ്ത് ഒരു 5, 5.5, 6 ഇഞ്ച് വരെ എടുക്കുന്നവരുണ്ട്. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് എടുക്കുക. നമ്മളിവിടെ ഒരു 5.5 ഇഞ്ച് ലെങ്ത് എടുക്കുന്നുണ്ട്. 5.5 അടയാളപ്പെടുത്തുക. ഈ ഫോൾഡ് ചെയ്ത പോർഷനിൽ തന്നെ അടയാളപ്പെടുത്തണം, ഫാബ്രിക്കിന്റെ ഫോൾഡിങ് വരുന്ന പോർഷനിൽ. ഇനി നമുക്ക് ഈ പോയിന്റും ഈ പോയിന്റും ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം സ്ക്വയർ ആയിട്ട്. അതിനുവേണ്ടി ഇവിടുന്ന് നമുക്കൊരു 5.5 ഇഞ്ച് അടയാളപ്പെടുത്താം. ഇനി ഇത് സ്ക്വയർ ആക്കി ജോയിൻ ചെയ്തെടുക്കും. ഓക്കെ അല്ലേ? നമുക്കൊരു സ്ക്വയർ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ നമ്മൾ ഫ്രഞ്ച് കേവ് കാണിച്ചു തന്നില്ലായിരുന്നു, ഇൻട്രൊഡ്യൂസ് ചെയ്തില്ലേ? ഇത് നമ്മൾ നെക്ക് വരയ്ക്കുന്നതിന് വേണ്ടി എങ്ങനെ യൂസ് ചെയ്യാൻ നോക്കാം. നമ്മൾ ഈ വരച്ച് ഈ 2 ലൈനിലും ടച്ച് ചെയ്തുകൊണ്ട് ഈ ഫ്രഞ്ച് കേവ് ഇങ്ങനെ വെക്കണം. ഓക്കെ അല്ലേ? ഈ ലൈനും ടച്ച് ചെയ്യണം. എന്നിട്ട് നമ്മൾ ഈ ഫ്രഞ്ച് കേവ് യൂസ് ചെയ്തിട്ട് നെക്ക് വരച്ചു കൊടുക്കണം. നമുക്ക് കറക്റ്റ് ആയിട്ട് നെക്ക് കിട്ടും ഫ്രഞ്ച് കേവ് യൂസ് ചെയ്ത് വരയ്ക്കുകയാണെങ്കിൽ. ഓക്കെ, ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ഈ പിന്ന് മാറ്റി നമുക്ക് നമ്മൾ നെക്ക് നോക്കാം. നമ്മളിപ്പോൾ കട്ട് ചെയ്ത നെക്കാണ്. ഫ്രഞ്ച് കേവ് യൂസ് ചെയ്ത് വരച്ചത് കൊണ്ടാണ് നമുക്ക് ഇത്ര നീറ്റായിട്ട് നെക്ക് കിട്ടിയിരിക്കുന്നത്. ഓക്കെ അല്ലേ?